നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പതിവ് പോലെ സ്വാഗതം. വളരെ സജീവമായി നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം ഇങ്ങനെ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം ഇങ്ങനെ പടക്കളം ചർച്ച ചെയ്ത് ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണ്. ഇന്ന് മൂത്തേടം കാരാപ്പുറം അങ്ങാടിയിലാണ് പടക്കളം ഉള്ളത്. പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇവിടെ നിന്നാണ് പടക്കളം എത്തുന്നത്. ഇന്ന് നമ്മൾക്കൊപ്പം പങ്കുചേരുന്ന നേതാക്കളെ, മുന്നണി വക്താക്കളെ ആദ്യം പരിചയപ്പെടാം. അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA LDF, അതുപോലെ ഹാരിസ് മുത്തൂർ UDF, N ശ്രീപ്രകാശ് NDA, ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ മൂത്തേടം കാരാപ്പുറം പൗരാവലി നമ്മൾക്കൊപ്പം വളരെ സജീവമായി പങ്കെടുക്കാൻ ഈ പടക്കളത്തിലേക്ക് എത്തിയിട്ടുമുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ആരംഭിക്കാം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഹാരിസ്, ഓരോ ദിവസവും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, വിവിധ ഘട്ടങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രചാരണ രംഗത്ത്. അപ്പോൾ പല വിഷയങ്ങളും കടന്നു വരികയും അത് വളരെ പ്രധാനപ്പെട്ട ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. വഴിക്കടവിലെ ആ 15-കാരൻ്റെ മരണം, പന്നിക്കണിയുമായി ബന്ധപ്പെട്ട പ്രശ്നം വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. അതൊരു സ്റ്റേറ്റ് സ്പോൺസേഡ് കൊലപാതകം എന്ന നിലപാട് കോൺഗ്രസ് ആദ്യം തന്നെ സ്വീകരിച്ചു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ആ നിലപാടിൽ നിന്ന് മാറിയിരിക്കുന്നു. പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം, ആ വഴിക്കടവ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയാകുന്ന നില വന്നിരിക്കുന്നു. കോൺഗ്രസ്സിന് നിലപാട് മയപ്പെടുത്തേണ്ടി വന്നു. കൂടുതൽ ശക്തവും സജീവവുമായി രാത്രിയിൽ പറഞ്ഞ നിലപാടിൽ മുന്നോട്ട് പോകാതെ പിന്നോക്കം പോകേണ്ടി വന്നിരിക്കുന്നു. വലിയ ചർച്ചയായി സമൂഹ മാധ്യമങ്ങളിൽ അടക്കം നിൽക്കുന്നു. നിങ്ങൾ രാഷ്ട്രീയമായി എടുത്ത ഒരു നിലപാടിന്, അതൊരു രാഷ്ട്രീയ വിഷയമാക്കാൻ ശ്രമിച്ചതിന് കിട്ടിയ തിരിച്ചടിയല്ലേ അത്? പ്രിയപ്പെട്ട ഒരു 15 വയസ്സുകാരൻ ജീവൻ പോയതിൽ ആദ്യം ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാർ സംവിധാനത്തിൻ്റെ വലിയ അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ പൊലിയേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ള. ഹണി ട്രാപ്പിൽ പൂച്ചക്കുട്ടി സുഖമാണോ എന്ന് കുടുങ്ങാൻ അറിയുന്ന ഒരു മന്ത്രി നാട് ഭരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവൻ അവരുടെ മരണക്കെണിയിൽ വീഴേണ്ട സാഹചര്യം വന്നിട്ടുള്ളത്. തികച്ചും മാനസിക നില തെറ്റിയ ഒരു മന്ത്രിയായിട്ടാണ് മന്ത്രി AK ശശീന്ദ്രൻ ഇന്നലെയുള്ള വലിയതായ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, അവിടെ ഹോസ്പിറ്റലിൽ കഴിയുന്ന ഷാനുവിൻ്റെ അമ്മ ഇന്ന് ദൃശ്യമാധ്യമങ്ങളോട് പറഞ്ഞു, 2 ആഴ്ച മുന്നേ KCBയിൽ ഞങ്ങൾ പരാതിപ്പെട്ടു, ഇതുപോലെ KCB ഉദ്യോഗസ്ഥരെ സമ്മതം ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലാതെയോ കറണ്ട് വൈദ്യുതി മോഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാതിപ്പെട്ടു. അവിടെ ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട അവിടെ നിന്ന് എല്ലാ രക്ഷാപ്രവർത്തനവും നടത്തിയ കുട്ടികളെ തോളിലേറ്റി ഹോസ്പിറ്റലിലേക്ക് ഓടിയ കള്ളിക്കാട്ടിൽ വേലായുധൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ 1 മാസം മുന്നേ KCBയിൽ വിളിച്ചു, പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പരാതി നൽകി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ നടന്ന ദൗർഭാഗ്യകരമായ സംഭവം തീർത്തും സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയാണ് എന്നതുകൊണ്ടാണ് UDF മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു കണക്കും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഇന്നലത്തെ മാത്രം സംഭവമല്ല. നിലമ്പൂർ വല്ലപ്പുഴ ബഡ്സ് സ്കൂൾ റോഡിൽ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന 54 വയസ്സുകാരനെ 1 മാസത്തിനുള്ളിലാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അദ്ദേഹവും സമാനമായ രീതിയിൽ തോട്ടിൽ മീൻ പിടിക്കാൻ പോയ ആളെ രാവിലെ തോട്ടിൽ മരിച്ചു കിടക്കുകയും കൈക്കുള്ളിൽ കമ്പി കഷ്ണവുമായി മരിച്ചു കിടക്കുന്ന സ്ഥിതിയാണ്. 60ഓളം ആളുകളെയാണ് കഴിഞ്ഞ 9 വർഷത്തെ പിണറായി ഗവൺമെന്റിന്റെ സമയത്ത് നമുക്ക് കാട്ടാൻ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത്. ഞാൻ ശരത്തി കണക്കൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുപോലെ തന്നെ 20-ലധികം ആളുകളെയാണ് കാട്ടുപന്നിയുടെ ആക്രമണമായി ഈ കേരളത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. 10ഓളം ആളുകളെയാണ് കടുവയുടെ കടിയേറ്റ് മരിച്ചതായിട്ട് ഈ 9 വർഷത്തെ കണക്ക്. അപ്പോൾ സമാനതകളില്ലാത്ത ഈ ഭരണത്തിൻ്റെ വീഴ്ചയുടെ ഭാഗമാണ്, അതിൻ്റെ തുടർക്കഥയാണ് ഇന്നലെയുള്ളത്. KCB പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളെ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന സംവിധാനങ്ങളുടെ ഗുരുതരമായ വീഴ്ചയാണ് ഇന്നലെ തൊട്ടടുത്ത വഴിക്കടവിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ബോധപൂർവം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇവിടെ പ്രേംകുമാർ MLA, ഇപ്പോൾ താങ്കൾക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന UDF പ്രതിനിധി ഇതേക്കുറിച്ച് വിശദീകരിച്ചത്, ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ നിൽക്കുന്ന വലിയ വിമർശനമുണ്ട്. വലിയ തോതിൽ സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാക്കി രാത്രിയിൽ കൊണ്ടുവരുന്നു, പിറ്റേ ദിവസം അതിൽ നിന്ന് വല്ലാതെ പിൻവാങ്ങേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം ഇവിടെ വന്നു കഴിഞ്ഞു വഴിക്കടവ് സംഭവവുമായി ബന്ധപ്പെട്ട്. താങ്കൾ തൃപ്തനാണോ? നമ്മൾ ആരും തൃപ്തനല്ല. യഥാർത്ഥത്തിൽ അനന്തു എന്ന കുട്ടിയുടെ മരണം ഏറെ വേദനാജനകമാണ്. അതിൽ പോരായ്മകളുണ്ടെങ്കിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആര് പറഞ്ഞാലും അത് സ്വീകാര്യമാണ്. അതാണല്ലോ സമൂഹത്തിൽ ചെയ്യേണ്ടത്. എന്നാൽ ഇന്നലെ ഒരു നാടകം കളിക്കുക കോൺഗ്രസ് ചെയ്തത്. ആർക്കാ അത് മനസ്സിലാവാത്തത്? കാട്ടുപന്നിയെ ഇത്തരത്തിൽ വൈദ്യുതി കെണി വെച്ച് പിടിച്ച് അതിൻ്റെ ഇറച്ചി വിൽക്കുന്ന പ്രവർത്തനം നടത്തുന്നയാളാണ് പ്രതി എന്ന വിവരം പുറത്തു വന്നിരിക്കുക.
അയാളുടെ രാഷ്ട്രീയ ബന്ധം പുറത്തു വന്നിരിക്കുക. ആ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എല്ലാ ഒത്താശയും ചെയ്തിരിക്കുക. എന്തായിരുന്നു ഉദ്ദേശം? തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഈ പ്രതിയെ പിടിക്കില്ല എന്നാണ് കോൺഗ്രസ് കരുതിയത്. പ്രതിയെ മണിക്കൂറുകൾക്കകം ഞാനൊന്ന് പറഞ്ഞോട്ടെ. അയാളുടെ രാഷ്ട്രീയ ബന്ധത്തെ പ്രിയപ്പെട്ട MLA ഞങ്ങളുമായി കൂട്ടിക്കെട്ടാൻ യാതൊരു ശ്രമം നടത്തണ്ട. ഞാൻ പറഞ്ഞു വന്നത് പിതാവിന്റെയും രാഷ്ട്രീയ ബന്ധം ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയുന്ന ഒന്നാണ്. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വിഷയമുണ്ടായാൽ ആ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതല്ലേ പറ്റൂ. എങ്ങനെയാണ് ഗവൺമെൻറ് ഇത്തരം വിഷയങ്ങൾ പൊതുവിൽ കൈകാര്യം ചെയ്യുന്നത്? ഉണ്ടായ പ്രശ്നത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി അപകടം നടന്ന കാലം ഏതാണ്? കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിലെ വൈദ്യുതി മേഖലയിലെ അപകടവും അതിലെ മരണവും നിങ്ങൾക്ക് ഡാറ്റ വേണോ? നിങ്ങൾ സംവാദത്തിനുണ്ടോ? നമ്മൾ പറയാന്നേ. 309 ആൾ മരിച്ചിട്ടുണ്ട് 2014. അന്ന് ആരായിരുന്നു കേരളം ഭരിച്ചേ? എങ്ങനെയാണ് വൈദ്യുതി മേഖലയിൽ അപകടം ഉണ്ടായത്? ഞാൻ പറഞ്ഞത് ഒരാൾ മരിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ താല്പര്യം. ആരും വൈദ്യുതി അപകടത്തിൽപ്പെട്ട് മരിക്കാത്തൊരു കേരളം ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഘട്ടം ഘട്ടമായി വൈദ്യുതി മേഖലയിലെ അപകടം കുറച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമം വളരെ വളരെ ശരിയായ നിലയിൽ നടക്കാൻ. അപ്പോൾ അതിനിടയിൽ വൈദ്യുതി വകുപ്പിൻ്റെ മന്ത്രിയല്ല വനം വകുപ്പിൻ്റെ മന്ത്രി ഒന്ന് പറഞ്ഞു കളയാൻ. ഇത് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരമാണോ? ഇങ്ങനെയാണോ ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കോൺഗ്രസ് വിമർശിക്കേണ്ടത്? നിങ്ങൾ അന്തസ്സായി വിമർശിക്ക്. മന്ത്രി നടത്തിയാലും ജനാധിപത്യപരമായി തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ നേതൃത്വം നൽകുന്നവർ, ജനപ്രതിനിധികൾ ആരുടെ ഭാഗത്ത് പിശകുണ്ടായാലും അതിനെ വസ്തുതാപരമായി ഉന്നയിക്കുന്നതിന് പകരം ആക്ഷേപത്തിൻ്റെ അധിക്ഷേപത്തിൻ്റെ ഒരു തലത്തിലേക്ക് കോൺഗ്രസ് മാറുന്നു എന്നത് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വിജയം കൂടുതൽ കൂടുതൽ സുനിശ്ചിതമാകുന്ന ഒരന്തരീക്ഷത്തിലേക്ക് സഖാവ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വവും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആവേശവും എത്തുന്നു എന്നതുകൊണ്ട് ഏത് വിഷയം കിട്ടിയാലും ഇടതുപക്ഷത്തെ ഒന്ന് അടിക്കാൻ അത് വടിയാക്കി മാറ്റുമോ എന്ന് ആലോചിച്ചിട്ടാണ്. ജ്യോതികുമാർ ചാമക്കാല നിങ്ങളുടെ പാർട്ടിയുടെ നേതാവല്ലേ? അദ്ദേഹം നിങ്ങളുടെ പാർട്ടിയുടെ വക്താവല്ലേ? അദ്ദേഹം എന്തുകൊണ്ട് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് മാറ്റി? എന്തുകൊണ്ട് മാറ്റി? നിങ്ങൾ മറുപടി പറയണം. അവിടെ അപകടം നടന്ന കുട്ടി മരിച്ച സ്ഥലത്തെത്തിയിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒത്തുചേർന്നിരിക്കുന്നത് കണ്ടാൽ കല്യാണപ്പരയുടെ തലേന്ന് എല്ലാവരും കൂടി സന്തോഷിച്ച് ഒത്തുചേരുന്നത് പോലെയാണ് കോൺഗ്രസിൻ്റെ സമീപനം. ഇതെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുകയല്ലേ. 14 or 15 വയസ്സായ ഒരു കുട്ടി മരിച്ച് അപകടത്തിൽപ്പെട്ട് മരിച്ചാൽ ആ അപകടത്തിൽ അനുശോചനം അറിയിക്കാനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് പറയാനും അവിടെ അവസാനിപ്പിക്കേണ്ട വിഷയം. പക്ഷേ അത് എങ്ങനെ ഈ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ഒരു വാർത്തയാക്കാമെന്ന് ആലോചിക്കുകയാണ്. ഇത് നമ്മുടെ നാട് തിരിച്ചറിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതൊക്കെ ബൂമറാങ് പോലെ ചാമക്കാലക്കിട്ട പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നതുപോലെ ഇവിടെ നിന്നുള്ള UDFന്റെ സ്ഥാനാർത്ഥിക്ക് തൻ്റെ നിലപാടിൽ മയപ്പെടുത്തൽ വേണ്ടി വന്നതുപോലെ 309 ആളുകളുടെ മരണം, ഏറ്റവും ഉയർന്ന മരണം കേരളത്തിൽ ഉണ്ടായ സന്ദർഭത്തിൽ അന്ന് ഭരിച്ചത് കേരളത്തിലെ UDF ആയിരുന്നു എന്ന് കാണാൻ നമ്മുടെ നാട് തയ്യാറാവും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ശ്രീ പ്രകാശ്, ഇതിൽ ഈ വഴിക്കടവ് ഇപ്പോൾ വാർത്തകളിൽ വളരെ സജീവമായി നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ആ വിഷയം എടുത്തിട്ടത്. അതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടുണ്ട്. വസ്തുതകൾ പുറത്തു വരുമ്പോൾ വളരെ കടുപ്പിച്ച് നിലപാടെടുത്ത കോൺഗ്രസിന് പിറ്റേ ദിവസം പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥി അടക്കം ഇന്നലെ പറഞ്ഞതല്ല, പിന്നീട് അടുത്ത ദിവസം ആ വിഷയത്തെക്കുറിച്ച് പറയുന്ന നിലയുണ്ടായത്. ഈ വിഷയത്തിന് 2 തലമുണ്ട്. നമുക്ക് രണ്ടിലേക്കും വരാം. സ്വാഭാവികമായി ഇവരുടെ ഭാഗത്തുനിന്ന് പൊതു അഭിപ്രായങ്ങൾ വരുന്നതനുസരിച്ച്. പക്ഷേ വഴിക്കടവിൽ സംഭവിച്ചതും അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാക്കാൻ ശ്രമിച്ചതും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കാര്യങ്ങളും താങ്കളുടെയും പാർട്ടിയുടെയും മുന്നണിയുടെയും ശ്രദ്ധയിലുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും. ആദ്യമായിട്ട് മരണപ്പെട്ട പാവപ്പെട്ട അനന്തുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ 2-3 കാര്യങ്ങളുണ്ട്. അനന്തുവിൻ്റെ മരണത്തിനിടയാക്കിയത് ഒരു ക്രൈമാണ്. ഒരു കുറ്റകൃത്യത്തിലൂടെയാണ് അനന്തുവിൻ്റെ മരണം ഉണ്ടായത്. അനധികൃതമായിട്ട് വൈദ്യുതി ലൈനിൽ നിന്നും KSEBിയുടെ വൈദ്യുതി ലൈനിൽ നിന്നും വൈദ്യുതി വലിച്ചുകൊണ്ട് വൈദ്യുതി കട്ട് എടുത്തുകൊണ്ടാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അങ്ങനെ വൈദ്യുതി കട്ടെടുത്ത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഈ പ്രതിയും ഈ പ്രതിയുടെ കൂട്ടാളികളും ചില ആളുകളും ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായി KSEB ബോർഡിനെ അറിയിച്ചു എന്ന് സമീപവാസികളും ഈ മരണപ്പെട്ട കുട്ടിയുടെ ഒറ്റ ബന്ധുക്കളും പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഒരു പോലീസ് കേസെടുത്ത് ആ പ്രതിയെ പിടിച്ചാൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നമല്ല ഇത്. ഇത് 1-2 പേരല്ല മരിച്ചിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ അപകടം പറ്റിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി പല ആളുകളും അനധികൃതമായിട്ട് ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്യുന്നുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ട്.
അങ്ങനെ മരണം സംഭവിക്കുമ്പോൾ അത് ആ മരണത്തെ തടസ്സപ്പെടുന്നതിന് വേണ്ടി, ആ കുറ്റകൃത്യം ഇല്ലാതാക്കുന്നതിന് വേണ്ട നടപടികൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നോ ചെയ്തിട്ടുണ്ടോ, കഴിഞ്ഞ സർക്കാരുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അനന്ത് മരിച്ചപ്പോൾ KCBക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ വേണ്ടി ഈ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അക്കാര്യത്തിൽ ഈ പറയുന്ന ഈ സർക്കാർ വലിയ വീഴ്ചയാണ് വരുത്തിയുള്ളത്. മറ്റൊരു കാര്യം, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ പ്രദേശത്ത് പാവപ്പെട്ട കർഷകർ, മലയോര കർഷകർ, അവർ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു ഭൂമിയാണിത്. ഒരുപാട് ആളുകൾ ജീവനമാർഗമായി സ്വീകരിക്കുന്നത് അവരുടെ കൃഷിയാണ്. അങ്ങനെ ഈ മേഖലയിൽ വർഷങ്ങളായിട്ട് വന്ന് കൃഷി ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് ഈ ആളുകളുടെ കൃഷി ഒരു വർഷം ഈ കേരളത്തിൽ ഈ പ്രദേശത്ത് ഒരു വർഷം 22 ലക്ഷം രൂപയുടെ കൃഷിനാശം ഈ മൃഗങ്ങളുടെ ആക്രമണം മൂലം ഉണ്ടാകുന്നുണ്ട്. ആ അക്രമം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നില്ല. ഒരാളുടെ കൃഷി നശിച്ചാൽ പരമാവധി കിട്ടാവുന്ന നഷ്ടപരിഹാരം 75,000 രൂപയാണ്. അത് എത്ര ഏക്കർ നശിച്ചാലും എങ്ങനെ നശിച്ചാലും ഈ സർക്കാർ കൊടുക്കുന്ന 75,000 രൂപയാണ്. ഈ വിഷയത്തിൽ അല്ല, ഒരു കാര്യം പറയാം, കേന്ദ്ര ഗവൺമെന്റ് ഇടപെടാൻ നമുക്ക് എടുക്കാം ഇവരുടെ കൂടി. ഞാൻ ചോദിച്ചത്, ഈ വിഷയത്തിൽ ഈ പ്രതി യഥാർത്ഥത്തിൽ കൃഷിഭൂമി സംരക്ഷിക്കുന്നതിനപ്പുറം ഇത് കെണിവെച്ച്, വൈദ്യുതി ഫെൻസിങ് വേറെയാണ്, കെണിവെച്ച് വൈദ്യുതി മോഷ്ടിച്ച് ഈ വിധത്തിൽ ആ പന്നിയെ പിടിച്ച് അത് വിറ്റ് കാശാക്കി പോകുന്ന നിലയാണ് എന്ന വിവരം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അത് സ്വീകാര്യമായ കാര്യമാണോ? അതിലൂടെ ഒരു കുഞ്ഞിന്റെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റാൻ ശ്രമിച്ചാൽ അതൊരു സമൂഹം എങ്ങനെ എടുക്കും? അല്ല, നോക്കൂ, ഈ പ്രതി ഇതിനു മുൻപേയും പലതവണ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പലതവണയും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പലതവണയും അവിടെ പന്നികളെ ഷോക്കേൽപ്പിച്ച് കൊന്നുകൊണ്ട് അവർ അതിനെ ഇറച്ചിയെടുത്ത് വിറ്റിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പലതവണ ചെയ്തിട്ടുണ്ട്. ചർച്ചയിലേക്ക് പോകാം. നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോരുത്തരായി മൈക്ക് എന്നിട്ട് മാറുകയും ചെയ്യാം. ഇവരോട് അതിൻ്റെ അഭിപ്രായങ്ങളും മറുപടികളും ചോദിക്കാം. ഒരു മരണത്തെ ആഘോഷമാക്കുക എന്നുള്ളത് ഏറ്റവും മ്ലേച്ഛമായ പരിപാടിയാണ്. ഇന്നലെ ഈ വിവരമുണ്ടായി എന്ന് അറിഞ്ഞ നിമിഷം തന്നെ ജ്യോതികുമാർ ചാമക്കാലയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ അങ്ങാടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വഴിതടയലും അതുപോലുള്ള സമരവും നടന്നു. ആശുപത്രിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ അപകടം പറ്റിയ ആളുകളെ കൊണ്ടുപോകാൻ പോകും വളരെ വൈകിയ യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുക. ഇത് കഴിഞ്ഞ് അവിടെ ചായക്കടയിൽ എല്ലാവരും ഇവിടെ ഇയാൾ സൂചിപ്പിച്ച പോലെ, MLA സൂചിപ്പിച്ച പോലെ അവരെ കുശലാന്വേഷണം നടന്ന് അത് ആഘോഷിക്കാൻ നമ്മൾ കണ്ടു. ഒരു മരണത്തെ ആഘോഷമാക്കി മാറ്റുകയല്ല ചെയ്യേണ്ടത്. മാത്രമല്ല, ഇതിന് 1 മാസം മുമ്പ് ഈ പ്രതി തന്നെ കെണിവെച്ച് ഇതുപോലെ പ്രശ്നമുണ്ടാക്കിയതിൻ്റെ ഭാഗമായി മറ്റൊരാൾ മരിച്ചു. അറിയപ്പെടുന്ന അവിടുത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അന്ന് ഒരാളും യാഥ നടത്തുകയോ പ്രകടനം നടത്തുകയോ അവിടേക്ക് പ്രതിഷേധം ഉണ്ടാക്കുകയോ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് അവിടോട്ട് വരികയോ ചെയ്തില്ല. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ വീണ് കിട്ടിയ ഒരു അവസരം എന്ന രീതിയിലാണ് ഉപയോഗിച്ചത്. ഒന്നുകൂടെ വേഗം ചുരുക്കി വേണം. യെസ്. പിന്നെ മറ്റൊന്ന്, ഇവിടെ ഇതുപോലുള്ള കാട്ടാനകളുടെയും കാട്ടുമൃഗങ്ങളുടെയും ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞു. ആരാണ് ഇതിന് ഉത്തരവാദി? ശ്രീമതി ഇന്ദിരാഗാന്ധി 1972-ൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് ആദ്യമായി നിയമം കൊണ്ടുവന്നത്. മറ്റൊന്ന് 2000 കാര്യം പറയുമ്പോ പൊള്ളും അല്ലേ? വസ്തുതയാ പറഞ്ഞത്. നിഷേധിക്കാൻ ധൈര്യം മനസ്സിലിരിക്കുള്ളൂ. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു മലയോര മേഖലയാണ്, കുടിയേറ്റ മേഖലയാണ്, കാർഷിക മേഖലയാണ്. അപ്പോൾ പറയാനുള്ളത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രിയപ്പെട്ട MLA ഇവിടെ പറഞ്ഞതിൽ ചെറിയൊരു മാറ്റമുണ്ട്. കാരണം 2014-ൽ 340ഓളം ആളുകൾ വൈദ്യുതി ലൈനിൽ നിന്നും ആഘാതമേറ്റ് മരിച്ചു എന്നും 2025-ൽ അത് 92 ഉള്ളൂ. അതിൽ പിന്നെ MLA സഹതപിക്കേണ്ട, നിങ്ങൾ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ആളെ കൊല്ലണ്ട. ഇതിലിപ്പോൾ മാഷ് പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. കാരണം ഈ വ്യക്തി പന്നിക്ക് കെണിയിട്ട് ഇതിനു മുൻപും വൈദ്യുതി ലൈനിൽ നിന്നും കറണ്ട് ഉപയോഗിച്ച് കെണി വെച്ച് പിടിച്ചു. ഈ മരിച്ച കുട്ടിയുടെ മാതാവ് തന്നെ 1ലധികം പ്രാവശ്യം അത് KSEB ഉദ്യോഗസ്ഥരെ അറിയിച്ചു. എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട KSEB ഉദ്യോഗസ്ഥർ അതിനെതിരെ നടപടിയെടുത്തില്ല? 1ഉം 2ഉം ആളുകളല്ല, 3 കുട്ടികളാണ് മരിച്ചത്. മാഷേ, അതിന് സമരം ചെയ്തെന്ന് പറയല്ല. സമരത്തിനോട് എന്ന് തൊട്ടാണ് CPM-ന് അലർജി തുടങ്ങിയത്? എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. സമരത്തിനോട് എന്ന് തൊട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അലർജി തുടങ്ങിയത്? ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് പ്രേംകുമാർ. ഒന്ന്, ആര് പരാതി തന്നാലും കുറ്റക്കാരായ ഒരാളെയും സംരക്ഷിക്കുന്ന സമീപനം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല, ഒരു വകുപ്പിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. നിങ്ങൾ പറഞ്ഞോ,
എന്നാ നിങ്ങൾ ഇങ്ങനെ പരാതി കൊടുത്തു, എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് ആലോചിച്ച് നിങ്ങൾ സമരം നടത്തിയോ? കോൺഗ്രസ് എന്തുകൊണ്ട് സമരം നടത്തിയില്ല? KSEB ഓഫീസിലേക്ക് നിങ്ങൾക്ക് മാർച്ച് നടത്തായിരുന്നല്ലോ. നിങ്ങൾക്ക് സമരം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അതാണ് വഴിക്കടവിലും സമീപത്തുള്ള പ്രദേശങ്ങളിലുമൊക്കെ വിവിധങ്ങളായ അപകടങ്ങൾ നടക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരാൾ മരണപ്പെട്ടു, ഇങ്ങനെ പ്രദേശത്ത് കെണിവെച്ചു, കോൺഗ്രസിൻ്റെ പ്രാദേശിക കമ്മിറ്റി കൊടുത്തോ? KSEBക്ക് പരാതി കൊടുത്തോ? ആ പരാതിയുടെ ഭാഗമായിട്ട് അന്വേഷിക്കാതിരുന്നോ? അങ്ങനെ നിങ്ങൾക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്താമായിരുന്നു. ഞാൻ മരണസംഖ്യ എണ്ണം കൂട്ടാനല്ല പറഞ്ഞത്. കേരളത്തിൽ താരതമ്യേന വൈദ്യുതി മേഖലയിലെ അപകടത്തിൽ നിന്നുള്ള മരണം കുറഞ്ഞു വരികയാണ്. ഒരു മരണവും കേരളത്തിൽ വൈദ്യുതി മേഖലയിലെ അപകടത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന സമീപനമാണുള്ളത്. കുറ്റം ചെയ്തത് ആരായാലും, ആര് കണിവെച്ച് പിടിച്ചാലും, അത് പന്നിയെ ഇറച്ചിയാക്കി വിൽക്കുന്നതിന് വേണ്ടിയിട്ടായാലും, ഈവൻ കാർഷിക ആവശ്യത്തിനാണെങ്കിൽ പോലും അങ്ങനെ വൈദ്യുതി മോഷ്ടിക്കുന്നത്, വൈദ്യുതി വേലി നിയമാനുസൃതമല്ലാതെ സ്ഥാപിക്കുന്നത് ശരിയല്ല. അത്തരത്തിലുള്ള കുറ്റക്കാർക്ക് ഒരിക്കലും സംരക്ഷണം ലഭിക്കുന്ന സമീപനം കേരളത്തിലെ ഗവൺമെന്റിൽ നിന്നുണ്ടാകില്ല എന്നതാണ് സൂചിപ്പിച്ചത്. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുത്. വിഷയത്തെ കൃത്യമായി അതിനെ നേരിടുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുക. ഒരു കാര്യം താങ്കളോടാണ്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ സർക്കാരിന്റെ ഒരു ഉത്തരവുണ്ട്, ഇത്തരം കാട്ടുപന്നികളെ കൊല്ലാനുള്ള ഉത്തരവുണ്ട്. അത് ഫലപ്രദമായി നടപ്പാക്കുന്നില്ല എന്ന വിമർശനം കൂടി വാർത്തകളിൽ കണ്ടു. പ്രിയപ്പെട്ട MLA ചോദ്യം എന്നോടാണ്, അതിനുള്ള കൃത്യമായ സമയം എനിക്ക് പറയാം. പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചു, കോൺഗ്രസിനോ അല്ലെങ്കിൽ UDFനോ മരണം ആഘോഷമാക്കേണ്ട ഒരു സംസ്കാരവുമില്ല. കേരളത്തിലെ 3 കോടി ജനങ്ങൾക്കറിയാം, TP ചന്ദ്രശേഖരനെ ആസൂത്രണം ചെയ്ത് കൊന്ന് പിറ്റേ ദിവസം പിണറായി വിജയൻ ചിരിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തി. ഏറ്റവും പുതിയ സാഹചര്യങ്ങളുണ്ട്. ആ കൊലപാതക രാഷ്ട്രീയം ചർച്ച ചെയ്താൽ ആരും എങ്ങുമെത്തില്ല. കൊലപാതക രാഷ്ട്രീയത്തിൽ ആ വിമർശനം പേരിടുന്ന പാർട്ടി നിങ്ങളുമുണ്ട്. അതുകൊണ്ട് വിഷയം നല്ലതായിരിക്കും. വിഷയത്തിലേക്ക് വന്നാൽ പിന്നെ ഇവിടെ പറയട്ടെ സുഹൃത്തെ, അവിടെ ഇരിക്കും സുഹൃത്തെ, അവിടെ ഇരിക്ക്, പറയട്ടെ, അവിടെ ഇരിക്കുന്നത് പറയട്ടെ പറഞ്ഞോളൂ. വിഷയത്തിലേക്ക് പ്ലീസ് ഹാരിസ്, വിഷയത്തിലേക്ക് പറയട്ടെ. പിന്നെ വിഷയത്തിലേക്ക് MLAയും പ്രിയപ്പെട്ട MLAയും അതുപോലെ തന്നെ ശരത്തും ബോധപൂർവം മറന്ന ഒരു കാര്യമുണ്ട്. AK ശശീന്ദ്രന്റെ ഇന്നലത്തെ പ്രസ്താവന എന്താണ്? ശശീന്ദ്രൻ പറഞ്ഞത്, ഞങ്ങളാണോ പ്രിയപ്പെട്ട അനന്തുവിനെ കൊല്ലാൻ കൊടുത്തത്? അവിടെ കൊലപാതകം നടക്കുന്നതിന് മുന്നേ ഞങ്ങൾ മലപ്പുറത്ത് പ്രകടനം നടത്തിയെന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും ബോധപൂർവം അത് മറന്നു എന്നുള്ളതാ ഞങ്ങൾക്ക് പറയാനുള്ള. പ്രിയപ്പെട്ട MLA പറഞ്ഞു അനുശോചനം രേഖപ്പെടുത്തി അവസാനിപ്പിക്കണമെന്ന്. ഞങ്ങൾക്കതിന് സൗകര്യമില്ല MLA, കാരണം അനുശോചനം നടത്തി അനുശോചനം നടത്തി രേഖപ്പെടുത്തേണ്ടല്ല, ഇനിയും എണ്ണം കൂടണമെന്നാണോ MLA ആഗ്രഹിക്കുന്നത്? ഒരു കാര്യം കൂടി, ഇന്ദിരാഗാന്ധിയുടെ 77 കാര്യം പറഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്ത്, പ്രിയപ്പെട്ട BJPയുടെ പ്രതിനിധിയും പറയാൻ, ഈ രാജ്യത്ത് 250-ലധികം സ്ഥലങ്ങളുടെ പേരുമാറ്റി ഇല്ലേ? പ്രിയപ്പെട്ട നെഹ്റുവിൻ്റെ ഉൾപ്പെടെയുള്ള മുഴുവൻ ചരിത്രവും പാഠപുസ്തകത്തിൽ നിന്ന് ഇവർ മാറ്റി എഴുതാൻ തുടങ്ങിയിരിക്കുന്നു. എന്തിന്? ഒരു മൈസൂർ പാക്കിന്റെ പേര് പോലും മൈസൂർ ശ്രീ ആക്കുമ്പോഴാണ് 77-ലെ നിയമം വെച്ച് ഇന്നും ഇന്ദിരാഗാന്ധിയാണ് ഇവരുടെ മാറ്റണം എന്നാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടി ഭേദഗതി വരുത്തണം എന്നാണ്. കോൺഗ്രസ് 9 വർഷമായിട്ട് ഭരണത്തിലില്ലാത്ത പാർട്ടിയാണ്. അത് പ്രധാനപ്പെട്ട കാര്യം. രാജ്യം ഭരിക്കുന്നവരുടെ ഇക്കാര്യത്തിലെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. നോക്കൂ, നമ്മളെ പ്രിയപ്പെട്ട MLA പറഞ്ഞു പരാതി കിട്ടാത്തതുകൊണ്ട് നടപടി എടുത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പരാതി നിങ്ങൾ കൊടുത്തോ? പരാതി എന്തേ കൊടുക്കാഞ്ഞെന്ന്? പരാതി കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ നടപടിയെടുത്തില്ല. ഇവിടെ പാവപ്പെട്ട ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള ക്രൈമുകൾ നടക്കുന്നുണ്ട്, കുറ്റകൃത്യം നടക്കുന്നുണ്ട് എന്ന് അറിയാത്ത പോലീസാണോ ഈ രാജ്യം ഭരിക്കുന്നത്? അറിയാത്ത KSEB ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ KSEB ബോർഡ് നടത്തുന്നത്? അല്ല, കൃത്യമായിട്ട് അറിയാം. ഞാൻ പറയുന്നത് ഇതിൽ KSEB ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസിന്റെയും സഹായം പ്രതികൾക്ക് കിട്ടുന്നുണ്ട്. ചോദ്യത്തിലൊരു പ്രസക്തിയില്ലേ? പൊതുപ്രവർത്തകർ, സംഘടനകൾ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായി രംഗത്ത് വരേണ്ട പ്രകാശ്, ആ വിമർശനവും പ്രസക്തമല്ലേ? ഞാൻ പറയട്ടെ പ്രകാശ്, നോക്കൂ, ഈ വിഷയം ഇന്ന് കത്തുന്നതിന് അടിസ്ഥാനപരമായി മോദി സർക്കാർ എന്തുകൊണ്ടാണ് നിയമത്തിൽ ഭേദഗതി വരുത്തി കേരളവും തമിഴ്നാടും പശ്ചിമഘട്ടത്തിന് കീഴിൽ വരുന്ന സംസ്ഥാനങ്ങളെ ചെയ്യുന്നില്ല? പന്നിയെ വെടിവെച്ച് കൊല്ലാൻ ഈ രാജ്യത്ത് മാത്രമല്ലല്ലോ, കടുവകൾ, അപകടകാരികളായ വന്യമൃഗങ്ങൾ, അതിനൊക്കെ നിയമമുണ്ട്. ആ ഭേദഗതിയാണ് പറഞ്ഞത്. ആ ഭേദഗതി ചെയ്യാതെ എന്തുകൊണ്ട് വലയ്ക്കുന്നു? നോക്കൂ, ഇവിടെ ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പണം കൊണ്ടും
പ്രഖ്യാപിച്ചിട്ടുള്ള അനുകൂലം കൊണ്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. CAG റിപ്പോർട്ട് ജനങ്ങളുടെ അനുഭവമല്ലേ കാട്ടാനയും കടുവയും പുലിയും അടക്കം വന്യമൃഗങ്ങളാണ്. അവയെ ഫലപ്രദമായി ചെറുക്കാൻ കഴിയാത്ത വിധം ആ നിയമം എന്തുകൊണ്ട് മാറ്റുന്നില്ല? ഇവിടെ രണ്ടുപേരും ചോദിച്ചു 72-ലെ നിയമം മോദി സർക്കാർ എന്തുകൊണ്ട് ഭേദഗതി ചെയ്ത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ മലയോര ജനതയെ സംരക്ഷിക്കുന്നില്ല? ചോദ്യം അതാണ്. ജനകീയ പ്രശ്നമാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശിക്കുന്ന മാനദണ്ഡ പ്രകാരം വൈദ്യുതി ലൈനുകളും കിടങ്ങുകളും നിർമ്മിക്കാൻ കേരള സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് BJP പറയുന്നതല്ല, CAG റിപ്പോർട്ടാണ്. കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന നിർദ്ദേശപ്രകാരം ഈ രാജ്യത്തെ വന്യമൃഗങ്ങൾ സാധാരണക്കാരനായ കൃഷിക്കാരുടെ അടുത്തേക്ക് വരാതിരിക്കുവാൻ കിടങ്ങുകളും അതുപോലെ തന്നെ അവിടെ കമ്പിവേലികളും സ്ഥാപിക്കേണ്ട സൗരോർജ്ജ കമ്പിവേലികൾ സ്ഥാപിക്കേണ്ടത് പരാജയപ്പെട്ടു. കേരളം ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ കൊടുത്തിട്ടുണ്ട്, അത് അപ്രൂവ് ചെയ്തിട്ടില്ല. 72-ലെ നിയമം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളം ആവശ്യപ്പെടുന്നതാണ്. നിയമം ഭേദഗതി ചെയ്യണം. എന്തുകൊണ്ട് വിമുഖത? ഈ സംസ്ഥാനം വനം വകുപ്പ് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന ഇടങ്ങളിൽ വൈദ്യുതി ലൈനും കിടങ്ങുകളും സ്ഥാപിക്കാൻ കേന്ദ്ര ഫണ്ട് കൃത്യമായി നൽകുന്നുണ്ട്. ഈ ഫണ്ട് ഉപയോഗം ഈ ഫണ്ടല്ല, ഒരു ഫണ്ടും കേന്ദ്രം കൊടുക്കുന്ന ഒരു ഫണ്ടും ഈ സംസ്ഥാന സർക്കാർ കൃത്യമായി ഫെൻസിങ്ങിനൊക്കെ അപ്പുറമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം കേരളം നേരിടുന്നത്. ഫലപ്രദമായി വേണ്ടത് ആ നിയമത്തിൽ ഹാരിസ് BJPയെ അതിൽ കമന്റ് ചെയ്യേണ്ടതുണ്ടോ? നിയമത്തിൽ എനിക്ക് പറയട്ടെ. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ ഇടങ്ങളിൽ മതിയായ ജീവനക്കാരെ ഇന്നേ വരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിയോഗിച്ചിട്ടില്ല. മനസ്സിലാക്കൂ. കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടി പറയുന്ന പോലെ തോന്നുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് നിയമമില്ലാത്തത് കൊണ്ടല്ല, ആ നിയമത്തിന് ഭേദഗതി വേണം. കേന്ദ്ര ഗവൺമെന്റ് ചോദ്യം എത്ര ആവർത്തി ചോദിച്ചാലും കേന്ദ്ര ഗവൺമെന്റ് നിയമങ്ങൾ അതുപോലെ തന്നെ നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട മലയോര മേഖലയിൽ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഈ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ പരാജയപ്പെട്ടതുകൊണ്ട് കേരളത്തെ പഴിചാരി മോദി സർക്കാരിന് ഇക്കാര്യത്തിൽ ഒഴിയാനാകുമോ? നിയമ ഭേദഗതി എന്ന ആവശ്യം കേരളം മുന്നോട്ട് ഒറ്റ കാര്യം. ഒന്ന്, കാട്ടുപന്നികളെ മനുഷ്യന് ഭീഷണിയും കൃഷിക്ക് ഭീഷണിയുമായി നിൽക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ കേരളമാണ് മുൻകൈയെടുത്ത് അതിനുള്ള ഉത്തരവ് നേടിയെടുത്തത്. നേരത്തെ അതില്ല. അതിന്റെ ഭാഗമായിട്ടാണ് മാത്രമല്ല അതിന്റെ ഭാഗമായിട്ടാണ് അമരമ്പലം പഞ്ചായത്ത്, നിലമ്പൂർ മണ്ഡലത്തിലെ അമരമ്പലം പഞ്ചായത്ത് 25 കാട്ടുപന്നികളെ എന്തുകൊണ്ടാണ് വഴിക്കടവ് പഞ്ചായത്തിന് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ അനുമതിയുണ്ട്, അതിനുള്ള ഫണ്ട് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്ത് ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് അമരമ്പലം പഞ്ചായത്ത് 25 കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ അതിന് നേതൃത്വം നൽകുകയും അത് ചെയ്യുകയും ചെയ്തത്? UDF പഞ്ചായത്ത് ഒരാൾ പറയുമ്പോൾ സാമാന്യ മര്യാദ കാണിക്ക്. രണ്ടാമത്, ഇവിടെ കടുവ കാട്ടുപന്നി വെടിവെച്ച് കൊല്ലാൻ BJP ഗവൺമെന്റ് അനുമതി നൽകുന്നുണ്ടോ? BJP അംഗം പറയേ, നിങ്ങൾ കേരളത്തിൽ കൊടുത്ത സംഖ്യ പറയേ. ഇവിടെ കിടങ്ങ് നിർമ്മിക്കാൻ 2024-25 എത്ര സംഖ്യ യൂണിയൻ ഗവൺമെന്റ് കൊടുത്തു കേരളത്തിന്? എത്ര സംഖ്യ ലാപ്സാക്കി കണക്ക് പറയാൻ പറ്റുമോ? ഇവിടെ റോഡിനുള്ള സംഖ്യ കേന്ദ്ര വീതം വെട്ടിക്കുറയ്ക്കുക, ഉച്ചക്കഞ്ഞിക്കുള്ള സംഖ്യ വെട്ടിക്കുറയ്ക്കുക, കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം എല്ലാ മേഖലയിലും വെട്ടിക്കുറയ്ക്കുക. എന്നിട്ട് ഇപ്പൊ നാട്ടിൽ വന്യജീവി ആക്രമണം വരുമ്പോ 72-ലെ നിയമത്തിൽ ഭേദഗതി വരുത്താതെ ജനങ്ങളെ ദ്രോഹിക്കുന്ന സമീപനം സ്വീകരിക്കുക. കഴിഞ്ഞ 9 വർഷക്കാലത്തിലടക്ക് ഈ മണ്ഡലത്തിൽ നടത്തിയ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇവിടെ അനാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് ഈ മണ്ഡലത്തിലെ പല ആളുകളും അവരെ ഊർജ്ജം ചെലവഴിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ 9 വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത മുന്നണിയുണ്ട്. ആ മുന്നണി നടപ്പാക്കിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന കാര്യം, സ്കൂളുകൾ, റോഡുകൾ, സിന്തറ്റിക് ട്രാക്ക് അടക്കമുള്ള നിലമ്പൂരിലെ മൈതാനം അടക്കമുള്ള കാര്യങ്ങൾ, ഇതിലെന്തെങ്കിലും പോരായ്മ ചൂണ്ടിക്കാണിക്കാനില്ലാത്തത് കൊണ്ടാണ് നൈമിഷികമായി ഉണ്ടാകുന്ന അപകടങ്ങളെ കാത്ത് പ്രതികരിക്കാനും സമരം ചെയ്യാനും നിൽക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണോ പറഞ്ഞത്? തീർച്ചയായിട്ടും ഇന്നലെ നൈമിഷികമായി ഉണ്ടായ ഒരു അപകടമാണ്. ആ അപകടത്തിൽ മൊത്തം ആളുകൾക്ക് പ്രയാസമുണ്ട്. പക്ഷേ ഇത്തരം അപകടങ്ങളെ കാത്ത് മാത്രം നിൽക്കുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? LDF പ്രതിനിധിയാണ് ചോദിക്കാല്ലേ. ഈ 9 വർഷമായിട്ട് പിണറായി വിജയൻ
തറക്കല്ലിട്ട് ഉദ്ഘാടനം ചെയ്ത ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പേര് പറഞ്ഞുതരാൻ പറ്റുമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ഈ മദ്യം കഴിച്ചിട്ട് 50% ആളുകളും നിയമാനുസൃതമായ മദ്യം കേരയിൽ കഴിച്ചിട്ട് കല്ലിട്ട കേരയിൽ കല്ലിട്ട കേരയില്ല എവിടെ എത്തി? കാശ് കിട്ടിയില്ലേ? കല്ലിന് ഒരു ഹലോ, മൂന്നാമത്തെ ചോദ്യം. കല്ലിന് വെച്ച് ഹാരിസിന്റെ സപ്പോർട്ട് കഴിഞ്ഞോ? എങ്കിൽ ആ ചോദ്യം കംപ്ലീറ്റ് ചെയ്യാം. ഹലോ, ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഹലോ, വേഗം സീരിയസ് ആയിട്ട് ആ ചോദ്യത്തിലേക്ക് വരൂ. വിലക്കയറ്റമില്ല. UDF-ന്റെ പ്രതിനിധികളാണ് ചോദിക്കുന്നത്. വിലക്കയറ്റം ഇതുവരെ നമ്മളെ പിണറായി വിജയൻ ഒന്നും ചെയ്തിട്ടില്ല. ഏതെങ്കിലും സംഭവം കുറച്ചതായിട്ട് പറഞ്ഞുതരാൻ കഴിയുമോ? UDF-ന്റെ പ്രതിനിധി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വിഷയം മാറ്റിപ്പോയി TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലെത്തി. അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്, അത് ഒരുപാട് ദൂരമുണ്ട്, 100 കിലോമീറ്ററുണ്ട്. ഈ നിയോജക മണ്ഡലത്തിൽ രാധ എന്നൊരു പെൺകുട്ടി മരണപ്പെട്ടു. അതിനെപ്പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് വെയിറ്റ് ചെയ്യൂ. ശംസുദ്ദീൻ എന്ന് പറയുന്ന പ്രതി റിമാൻഡിലായ ഏറ്റവും പാർട്ടിക്കാരെന്ന് 6000 സിഖുകാരെ ഒറ്റ രാത്രി കൊണ്ട് കൊലപാതകം ചെയ്ത പാർട്ടിയുടെ പേരാണ് നാഷണൽ കോൺഗ്രസ്. അല്ലെ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കാളികാവില് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ഒരു സ്ത്രീയെ കൊന്ന് കൊയിച്ചു മൂടിയിട്ട് സമരം ചെയ്ത ആളാണ്. അറിയോ നിങ്ങൾക്ക്? ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞതാണ്. ഇവിടെ ചർച്ച വേറെ വന്നപ്പോ കൊലപാതകത്തെ പറ്റി ചർച്ച വന്നപ്പോ മറുപടി ഉണ്ടെങ്കിൽ പറയണം. പ്രിയപ്പെട്ട സുഹൃത്തെ, 9 വർഷക്കാലമായി ആഭ്യന്തര മന്ത്രി ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം നടപടി വെച്ച് നോക്കുമ്പോൾ. പിന്നെ പ്രിയപ്പെട്ട പിണറായി വിജയൻ ഒരു കല്ലും ഇട്ടില്ല എന്ന് ഞാൻ പറയില്ല. ഒരു കല്ലും ഞാൻ ഇട്ടില്ല എന്ന് പറയില്ല. ഒരു കോടികൾ അടിച്ചു മാറ്റാൻ വേണ്ടി കേരയിൽ വന്ന് കുറച്ച് കുറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നു. മറ്റൊരു കല്ലും. രണ്ട് വിഷയങ്ങൾ. ഒന്ന്, വികസനം കയറി വന്നു. അതുപോലെ കോൺഗ്രസ് ഓഫീസിലെ രാധയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചോദ്യം ഇവിടെ കയറി വന്നു. ഇപ്പോൾ UDF പ്രതിനിധി സംസാരിച്ചു. LDF എന്ത് പറയും? ഞാനിപ്പോൾ ഇവിടെ ഈ മണ്ഡലത്തിലുള്ള ഒരാളല്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നൊരു റോഡുണ്ട്. ഈ റോഡ് ഇപ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ച മാന്യ സുഹൃത്തിനോട് പറയുകയാണ്, കേരളത്തിലെ ഗവൺമെൻറ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച റോഡിലൂടെയാണ് പഞ്ചായത്തിലെ വർഷം കൊണ്ട് മാവേലി സ്റ്റോറിൽ നിന്നും അരി കിട്ടുന്നില്ല, പഞ്ചസാര കിട്ടുന്നില്ല, ഉപ്പ് കിട്ടുന്നില്ല, മുളക് കിട്ടുന്നില്ല, പാവപ്പെട്ടവന് ജീവിക്കാൻ കഴിയുന്നില്ല. മറുപടി LDF-ന്റെ ആ ചോദ്യം സപ്ലിമെന്റ് ചെയ്താണ്. വിശദമായ മറുപടി വേണം. മൂത്തേടം പഞ്ചായത്തിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ 3 കോടി രൂപ ചെലവിൽ നവീകരിച്ചത്, കല്ലിട്ടതും പൂർത്തീകരിച്ചതും പിണറായി വിജയൻ ഗവൺമെന്റ് ആണ്, അങ്ങ് മറക്കണ്ട. 2, രാജ്യത്തെ ആദ്യത്തെ ജലമെട്രോ കേരള ഗവൺമെന്റ് പൂർണ്ണമായും പണം കൊടുത്ത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചതാണ്. കേരളത്തിലെ ആദ്യത്തെ ജലമെട്രോ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്തത്, കല്ലിട്ടതും പൂർത്തീകരിച്ചതും കേരളത്തിലെ ഗവൺമെന്റ് ആണ്. ദേശീയപാത വികസനം, കേരളത്തിന്റെ ദേശീയപാത വികസനത്തിന് ഇന്ത്യയിൽ ഒരൊറ്റ ഗവൺമെന്റ് ഭൂമി ഏറ്റെടുത്ത് കൊടുത്തിട്ടുള്ളൂ, അത് കേരളത്തിലെ ഗവൺമെന്റ് ആണ്. യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് കേരളത്തിലെ ഗവൺമെന്റ് ആണ്. കേരളത്തിലെ ഗവൺമെന്റ് ആണ്. ദേശീയപാതയ്ക്ക് കൊടുത്ത പല സർക്കാരുകളും ഈ ഇന്ത്യ രാജ്യത്തുണ്ട്. ഒരു ഗവൺമെന്റ് പറയൂ, ഒരു സംസ്ഥാനം. അത് ചോദ്യമാണ്. ഒരു സ്റ്റേറ്റിന്റെ പേര് പറയൂ. ഒരു സ്റ്റേറ്റിന്റെ പേര് ഞാൻ പറയട്ടെ. ഒരു സംസ്ഥാനം പറയൂ. 6 സംസ്ഥാനം. ഏത് സ്റ്റേറ്റാണ്? 6 സംസ്ഥാനങ്ങളല്ലേ ചോദിക്കുന്നത്? കേരളം സ്റ്റേറ്റിന്റെ പേര് പറയൂ. മാത്രമല്ല ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയൂ. ഒരൊറ്റ സംസ്ഥാനം. ആ ചോദ്യത്തെ ഒഴിവാക്കരുത്. നിങ്ങൾക്ക് സഹായകരമായ ചോദ്യമാണ്. രാജ്യത്ത് അങ്ങനെ 5000 കോടി മുടക്കിയ ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ പേരെന്ന് പറഞ്ഞുകൂടെ? ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയൂ. ബിജെപിയുടെ പ്രതിനിധികൾ നടത്തിയത് ആർജവമുണ്ടെങ്കിൽ പറയൂ. ദേശീയപാത
ദേശീയപാത നടപ്പാക്കിയതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ്, ഗഡ്കരിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ്. എന്റെ ചോദ്യം താങ്കളോട്, അതിൽ 5000-ൽ പരം കോടി മുടക്കിയ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ പേര് ബിജെപി പ്രതിനിധി ചർച്ചയിൽ പറയുമോ? മിസോറാമിൽ എടുത്തു കൊടുത്തില്ല, ത്രിപുരയിൽ പൈസ കൊടുത്തിട്ടുണ്ട്. ബൈപ്പാസുകൾക്ക് പൈസ കൊടുത്തതിനെ കുറിച്ചല്ല, മുടക്കിയതിനെ കുറിച്ചല്ല. 5000 കോടിക്ക് തത്തുല്യമായ തുക മുടക്കിയ സ്റ്റേറ്റ് ഏത്? പണം കൊടുത്ത 6 സംസ്ഥാനങ്ങൾ ദേശീയപാത പണം കൊടുത്തു. അത് മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞു, നോക്കൂ, എം.എൽ.എ പറയുന്നത് വികസനമൊക്കെ ഈ രാജ്യത്ത് നടത്തിയ വികസനമൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പണം കൊണ്ടാണ്. ഇവർ ദേശീയപാത വികസനം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സ്തംഭിച്ചു പോയതാണ്. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി സ്തംഭിച്ചു പോയതാണ്. കൊച്ചിയുടെ പവർ ഹൈവേ സ്തംഭിച്ചു പോയതാണ്. UDF ഇത് സ്തംഭിച്ചു പോയത് പൂർത്തീകരിച്ചത് പിന്നാലെ വന്ന സർക്കാരുകളല്ലേ? ചോദ്യം, ഇവര് രണ്ടുപേരും ഈ ദേശീയപാതയുടെ സ്ഥലമേറ്റെടുപ്പിനെ കുറിച്ചാണ് തർക്കം നടത്തിയിട്ടുള്ളത്. ഞാൻ പറയട്ടെ, ജനങ്ങൾക്ക് പൊന്നും വിലക്ക് ദേശീയപാതയോരത്തുള്ള ഭൂമി കൈപ്പറ്റാൻ ബെനഫിഷ്യറി നിയമം കൊണ്ടുവന്ന പ്രധാനമന്ത്രിയുടെ പേരേതെന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ് എന്നാണ്. ആ ഓർഡറിൽ ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നത് ഉണ്ടായിരുന്നില്ല. ആ നിയമത്തിന്റെ 10 ലക്ഷം കോടി രൂപ അഴിമതി കാട്ടി ജനങ്ങൾ 10 ലക്ഷം കോടിയുടെ അഴിമതിയാണ്. 11 കൊല്ലമായി 1 രൂപ അഴിമതി നടത്താത്ത സർക്കാരാണ് ബിജെപി സർക്കാർ. 10 ലക്ഷം കോടി അഴിമതി നടത്തി ജനം ചവിട്ടിപ്പുറത്താക്കിയവരാണ് ഈ പറയുന്നത്. മറുപടി പറയട്ടെ. ഇന്ന് അല്ല, ശുദ്ധം നുണ പറയുമ്പോ പറയണ്ടേ? അങ്ങനെ പറ്റില്ലല്ലോ. ദേശീയപാത താങ്കൾ പറയുമ്പോഴും നുണയാണെന്ന് പറഞ്ഞു ഓരോ പോയിന്റിൽ അവരിടപെട്ടാലോ? ഓരോരുത്തരുടെയും നിലപാട് പറയും. സുഹൃത്ത് പറയട്ടെ, ഇന്ന് ദേശീയപാതയിൽ മുഴുവൻ 24 മണിക്കൂറും റീൽസ് എടുത്ത് നടക്കുന്ന മന്ത്രി റിയാസിനെ കൂരിയാടിന്റെ 7 അകലത്തേക്കൊന്ന് കാണാൻ പോലും കിട്ടിയിട്ടില്ല. ഒരു മിനിറ്റ്, ഇവരുടെ വികസനം എന്ന് പറയുന്നത് കിഫ്ബിയിലും എഫ്ബിയിലും മാത്രമാണ് ഇവരുടെ വികസനം. പ്രേംകുമാർ, മറുപടി. ദേശീയപാതയിലൂന്നി വികസനത്തിന്റെ ഒരു പൊതു ചിത്രം ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടുന്ന് നമുക്ക് ഇതിലേക്ക് മടങ്ങിയും വരാം, നമുക്ക് ഈ മണ്ഡലത്തിലേക്ക് മടങ്ങിയും വരാം. ഒന്ന്, ദേശീയപാത മാത്രല്ല, മലയോര ഹൈവേ എന്ന് കേൾക്കുമ്പോൾ കോൺഗ്രസ് പറഞ്ഞു ഇതൊന്നും വരില്ല എന്ന്. മലയോര ഹൈവേ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധിയും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഞങ്ങൾ വെല്ലുവിളിയല്ല, വിനയത്തോടു കൂടി പറയുകയാണ്. കേരളം മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ പോവുക. തീരദേശ ഹൈവേ കേരളം യാഥാർത്ഥ്യമാക്കാൻ പോവുക. ആലപ്പുഴ ബൈപ്പാസ് കേരളം യാഥാർത്ഥ്യമാക്കിയതാണ്. സ്ഥലമേറ്റെടുത്തുകൊണ്ട് 6000-ത്തോളം കോടി രൂപ ഇന്ത്യയിൽ നൽകിയ ഒരൊറ്റ ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റാണ്. ഇവിടെ ബന്ധപ്പെട്ട് ആലപ്പുഴ ബൈപ്പാസ് 40 വർഷമായി നടക്കാതെ പോയ പദ്ധതി 4 വർഷം കൊണ്ട് പൂർത്തിയാക്കിയത് കേന്ദ്ര ഗവൺമെന്റാണ്. ചോദ്യം, സഖാവെന്ന് കേൾക്കണം. 1500 2000 ഒക്കെ നിങ്ങൾ പെൻഷൻ കൊടുക്കണം. കാരണം എന്താ അറിയോ? 13500 റുപ്യ പെർമിഷൻ അടിച്ച ആളാ ഞാൻ. 1000 റുപ്യ നിങ്ങൾ വെള്ള പേപ്പറിന് വാങ്ങി. എന്താണ് നിങ്ങൾക്ക് കൊടുത്തൂടെ? 2000 3000 ഒക്കെ നിങ്ങൾ പെൻഷൻ 1600 കൂട്ടണം എന്നാണോ? 1600 വീട് കയറ്റി സാധാരണക്കാരനായ ഞാൻ വീട് കയറ്റിന് 1600 കൂട്ടണം. 13500 റുപ്യയുടെ പെർമിഷൻ അടിച്ചിക്കണേ. നിങ്ങൾക്ക് എന്താ 2000 കൊടുത്തൂടെ? സുഹൃത്തുക്കളെ, 1300 ചില്ലറ കിലോമീറ്റർ ഇവിടെ ഹൈവേ നടപ്പാക്കിയ ഇടതുപക്ഷ ഗവൺമെന്റാണ്. വേറൊരു ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടില്ല. അതിന്റെ വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാവും. വൈഷമ്യങ്ങളില്ല, ഒരു കാര്യവും മുന്നോട്ട് പോകത്തില്ല. സ്ഥലം ഏറ്റെടുത്ത് നടപ്പാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ചുമതല. അത് സർക്കാർ ചെയ്യുന്നുണ്ട്. നമ്മൾ LDFന്റെ പ്രതിനിധിയോടാണ്. നിലമ്പൂരിനെ ഏറ്റവും ദുരിതത്തിലാക്കിയൊരു അപകടമായിരുന്നു കവളപ്പാറ ദുരന്തം. കവളപ്പാറ ദുരന്തത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഫണ്ട് പിരിച്ചു. ഫണ്ട് ആരൊക്കെയോ കൊണ്ടുപോയി, എവിടത്തേക്കെയോ ബ്രാഞ്ച് സെക്രട്ടറിമാർ കൊണ്ടുപോയി എന്നുള്ള ന്യൂസുകളൊക്കെ നിരന്തരമായി വന്നു. കവളപ്പാറയിലെ പുനരധിവാസം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. കവളപ്പാറയില് ഇന്നും ദുരന്തം അനുഭവിക്കുന്ന ആളുകള് അവിടെ നിലനിൽക്കുന്നുണ്ട്. അവർ സമരത്തിലാണ്. എവിടെ കവളപ്പാറക്കുള്ള പരിഹാരം? അതുപോലെ കവളപ്പാറ പറയുമ്പോ കവളപ്പാറ എടുക്കുമ്പോ UDF ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. UDF ഒരു കാഴ്ചപ്പാട് വെച്ചു. LDFന് അതിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എടുത്തിട്ട് ഇവരിലേക്ക് വരാം. UDFന്റെ നിലപാട് പറഞ്ഞു.
കവളപ്പാറയിലെ പുനരധിവാസം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തൊട്ടടുത്ത് നടന്ന ദുരന്തമാണ് വയനാട്. അതെ. വയനാടിന് നാട്ടുകാരുടെ നിന്ന് കംപ്ലീറ്റ് പിരിച്ചെടുത്തു. ശരി. ഇപ്പോഴും വയനാട്ടിലെ ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് വാടക പോലും കിട്ടാതെ കരഞ്ഞ് അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഈ വിഷയത്തിൽ ഇത് വളരെ ഒന്നുകൂടെ നിലമ്പൂരിലെ പ്രധാനപ്പെട്ട ഒരു വികസനമാണ് നിലമ്പൂരിലെ ബൈപ്പാസ്. ഫ്ലക്സിൽ മാത്രം ഇവിടെ മുതൽ വളരെ ശക്തമായ ചർച്ചകൾ വരുന്നു. UDFന്റെ വാദം ആ സുഹൃത്ത് അവതരിപ്പിച്ചു. LDFന്റെ അഭിപ്രായം പറയാം. ഇതുകൂടെ കേട്ടിട്ട് നമ്മുടെ പ്രതിനിധികളിലേക്ക് വരാം. ഹലോ, കവളപ്പാറ വയനാട് ദുരന്തത്തില് നമ്മുടെ പാർലമെന്റിലേക്ക് ജയിച്ചു പോയിട്ടുള്ള രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഈ പാർലമെന്റിനകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പാർലമെന്റിനകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വയനാട് ദുരന്തത്തിലും കവളപ്പാറയിലും അപകടങ്ങൾ ഉണ്ടായപ്പോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റിനകത്ത് ഈ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് നിഷേധിച്ചപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസിന്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും പറയേണ്ടത്. UDFന്റെയും LDFന്റെയും വാദഗതികൾ വന്നു. കവളപ്പാറ, അതുപോലെ തന്നെ ചൂരൽമല, മുണ്ടക്കൈ ചൂരൽമല ദുരന്തം പ്ലസ് ബൈപ്പാസ്, അത് മൂന്നാമത് എടുക്കാം. ഈ വിഷയത്തെക്കുറിച്ച് സർക്കാർ ചെയ്തത് UDFന് പറയാനുള്ളത്, BJPക്ക് പറയാനുള്ളത്. പ്രേംകുമാർ, കവളപ്പാറയിൽ തുടങ്ങാം. ഒന്ന് ക്ഷമയോടുകൂടി കേൾക്ക്. ചോദ്യങ്ങൾ മാത്രം പോരല്ലോ സുഹൃത്തുക്കളെ, ഒന്ന് കേൾക്കൂ. ചോദ്യങ്ങൾ മാത്രം പോരല്ലോ, ഇനി കേൾക്കൂ. പ്രിയപ്പെട്ട കാരപ്പുറത്തെ ജനങ്ങൾ, ഇവിടെ ഒത്തുചേർന്ന മനുഷ്യർ, കേൾക്കൂ. നിങ്ങൾ പറയുന്നതെല്ലാം ക്ഷമയോടുകൂടി കേട്ടു, നമ്മൾ പറയുന്ന കൂടി നിങ്ങൾ കേൾക്കൂ. അതിൽ ഒന്ന്, വയനാട് ദുരന്തം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ദുരന്തമായിരുന്നു. ആ ദുരന്തത്തിന് വേണ്ടിയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നിയമവിധേയമായി ഒരു സർക്കാർ എന്ന നിലയിൽ ഏറ്റവും നല്ല നിലയിൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇന്ന് അധികാരത്തിലുള്ള രണ്ടാം പിണറായി വിജയൻ സർക്കാർ. ഈ ദുരന്തം മാത്രമല്ല എങ്ങനെ അത് പറയാം. ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഒരു ശവശരീരം മറവ് ചെയ്യാൻ എന്തിനാണ് 75,000 രൂപ എന്നാണ്. അതൊന്ന് പറയാം, ഞാനൊന്ന് പറയട്ടെ. ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല, UDF ഭരിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള വിവിധ ദുരന്തങ്ങളിലും എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, മരണം നടന്നാൽ സാധാരണ നിലയിലുള്ള മരണമല്ല ഇത്തരം ദുരന്തങ്ങളുടെ ഒന്നും ഭാഗമായിട്ടുള്ളത്. ഒരാളുടെ ശവശരീരം ഒരു ഭാഗത്തു നിന്നല്ല പൂർണ്ണമായും ലഭിക്കുന്നത്. കൈയൊരു സ്ഥലത്ത് നിന്ന്, കാലൊരു സ്ഥലത്ത് നിന്ന്, തലയൊരു ഭാഗത്തു നിന്ന്, ഉടലൊരു ഭാഗത്തു നിന്ന്, അങ്ങനെ വന്നാൽ ഈ മരണപ്പെട്ടയാള് വിനോദാണോ, മജീദാണോ, ഹംസയാണോ, ജോസഫാണോ എന്നറിയാൻ ഓരോ ശരീരഭാഗവും അത് പ്രത്യേകമായ പരിശോധനയ്ക്ക് അയക്കേണ്ടി വരും, DNA ടെസ്റ്റ് നടത്തേണ്ടി വരും. അങ്ങനെ വന്നാൽ ഒരു ശവശരീരം മറവ് ചെയ്യാൻ തന്നെ ചിലപ്പോൾ 75,000-ഓ 1,00,000-ഓ വേണ്ടി വരും. ഒരു ചില്ലി പൈസ കേരളത്തിൽ വയനാട് ദുരന്തമുണ്ടായപ്പോ കൊടുക്കാത്ത ഗവൺമെന്റാണ് രാജ്യത്തുള്ള ഒരു ചില്ലി പൈസയുടെ സഹായം വയനാടിനുണ്ടായില്ല. തീർച്ചയായും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ കേരളത്തിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വിഡ്ഢികളാക്കുന്ന വാദമാണ്. ഏത് ശവശരീരമാണ് നിങ്ങൾ അയച്ചത്? എത്ര രൂപയാണ് ചെലവായത്? ഇത്തരം ശാസ്ത്രമായ വാദങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട MLA ഭരണാനുമതിയായി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയാൽ, കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയാൽ നിങ്ങൾ പാർട്ടി മാറോ? നിങ്ങൾ ഇടതുപക്ഷത്തേക്ക് വരോ? പിണറായി ഗവൺമെന്റിനെ അനുകൂലിക്കോ? പ്രിയപ്പെട്ട സുഹൃത്ത് പറയട്ടെ. ഹലോ, കവളപ്പാറ ദുരന്തം ഇത് കേൾക്കൂ. കവളപ്പാറ ദുരന്തത്തിൽ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തൊഴുത്തിൽ പശുവിന് പാട്ട് കേൾക്കാൻ ലക്ഷങ്ങൾ ചെലവാക്കും. പക്ഷേ
നമ്മുടെ സഹോദരങ്ങളായ Yes, yes. സുഹൃത്തുക്കളെ, അല്ല, ആദിവാസികൾക്ക് ഇങ്ങനെ ഇന്നും ദാർപ്പായ കെട്ടി കഴിയേണ്ട അവസ്ഥയാണ്. ഒരു നിമിഷം ശരത്ത്, ഒരു നിമിഷം. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങളുടെയൊക്കെ തന്നെ പ്രവർത്തകരാണ്, നിങ്ങളുടെയൊക്കെ തന്നെ പ്രവർത്തകർ, നിങ്ങൾ തന്നെ അഭ്യർത്ഥിക്കും. ശരിയായ ചോദ്യം വരുന്നു, നിങ്ങൾ മറുപടി അവര് പറയട്ടെ, പറയുന്നത് മറുപടി കേൾക്കാൻ പറയട്ടെ. തയ്യാറാകൂ. എന്റെ സുഹൃത്തെ, നിങ്ങളുടെ പ്രതിനിധിയാണ് സംസാരിക്കുന്നത്. UDFന്റെ പ്രതിനിധി സംസാരിക്കാൻ കേൾക്കണ്ടേ? UDFന്റെ പ്രതിനിധിയാണ് പറയുന്നത്. നിങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയില്ലേ? ശരത്തെ, MLA-യോട് ഒരു ചോദ്യമുണ്ട്. ചോദ്യങ്ങൾ മാത്രം മതിയോ? MLA-യോട് ഒരു ചോദ്യമുണ്ട്. കേൾക്കാനുള്ള സഹിഷ്ണുത വേണ്ടേ? സഹിഷ്ണുത വേണ്ടേ? നിങ്ങൾ UDF ചോദിച്ച ചോദ്യത്തിന് LDF പ്രതിനിധി മറുപടി പറഞ്ഞു. ദാ ഇപ്പോൾ UDF പ്രതിനിധി ഇവിടെ സംസാരിക്കുന്നു. അത് കേൾക്കൂ സുഹൃത്തുക്കളെ. ഹാരിസ്, നിങ്ങളുടെ തന്നെ പ്രവർത്തകരോട് നിങ്ങൾ തന്നെ പറയൂ. ഹാരിസ്, സുഹൃത്തുക്കളെ, പ്ലീസ് പ്ലീസ്. ഏയ്, എല്ലാവരും സഹകരിക്കും. ഇതൊരു ആശയങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. അപ്പൊ എല്ലാവരും പോസിറ്റീവായിട്ടാണ്. എല്ലാവരും ഇരിക്കും, എല്ലാവരും ഇരിക്കും. നിങ്ങൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രണ്ടു പക്ഷത്തു നിന്നും ചോദിച്ചത്. കവളപ്പാറ, വയനാട് ദുരന്തം, അതുപോലെ ബൈപ്പാസ്. എന്റെ സുഹൃത്തെ, യെസ്, അതാ കൂട്ടിച്ചേർക്കാൻ വരട്ടെ. അതിൽ LDF പ്രതിനിധി പറഞ്ഞു, ബഹളത്തിനിടയിലാണെങ്കിലും കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. UDFന്റെ പ്രതിനിധി കേൾക്കൂ, ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി കേൾക്കൂ. ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞു. ശ്രീ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ശ്രീ ആര്യാടൻ മുഹമ്മദ് എന്ന വികസന നായകൻ കൊടുത്ത 36 കോടി പറയട്ടെ ആ 36 കോടിക്ക് ശേഷം ഒരു കൊട്ട മണ്ണിടാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു കൊട്ട മണ്ണിടാൻ ഇവര് തമ്മിൽ, ഇവരുടെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ വികസനം BJPയിലേക്ക് വരാം. വേഗത്തിൽ ഒരൊറ്റ ചോദ്യം. അൻവർ ഒരുപാട് കാര്യങ്ങൾ മുഖ്യമന്ത്രിനേറ്റ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, കേരളത്തെ ഉന്നത പോലീസുമാരേറ്റൊക്കെ പല ആരോപണങ്ങളും ഉന്നയിച്ചു. ചോദ്യത്തിലേക്ക് വരുന്ന പറഞ്ഞാൽ കേരളത്തിലെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരായിട്ട് അല്ലെങ്കിൽ ഒരു സിനിമാക്കാരായിട്ട് എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അതിൽ കയമ്പില്ലെങ്കിൽ അപ്പം മാനനഷ്ട കേസ് കൊടുക്കും. ഈ പിണറായിക്കും അൻവർ ഉന്നയിച്ച ഒരു കാര്യങ്ങൾക്കും മാനനഷ്ട കേസ് കൊടുക്കാൻ ഇവരാരും തയ്യാറാകാത്തത് കൊണ്ട് അതിൽ മാനം പോകും എന്നുകൊണ്ടാണോ അതോ അൻവറിന് ഈ 9 വർഷത്തിലേക്ക് അതിൽ സത്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾ വല്ല മാനസിക സർട്ടിഫിക്കറ്റ് ഈ 9 വർഷത്തിൽ പ്രസ്താവന നടത്തിയതിനൊക്കെ ആരുടെ മാനമാണ് അതിലൂടെ പോയിട്ടുള്ളത് എന്ന് വിവരമുള്ള മനുഷ്യർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അതിന് കൂടുതൽ വിശദീകരണം നൽകുന്നില്ല. ആരുടെ മാനമാണ് പോയിട്ടുള്ളത്? ആഭ്യന്തരമന്ത്രിയാകാനും വനം വകുപ്പ് മന്ത്രിയാകാനും ഒക്കെ ആഗ്രഹമുള്ളവര് അവരെല്ലാം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എങ്ങനെയാണ് കേൾക്കേണ്ടത് എന്നൊക്കെ വിവരമുള്ള മനുഷ്യർ, കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള മനുഷ്യര് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമത് വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തില് 1800 കോടി രൂപയുടെ വികസനം ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. വയനാട് ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സഹായം പോലും കേന്ദ്രം നൽകിയില്ല എന്നുള്ള വിമർശനം BJP നേരിടുന്നില്ലേ? മറുപടി.
സുഹൃത്തുക്കളെ, ദയവായി സഹകരിക്കുക. നമ്മൾക്ക് ഈ പരിപാടി തുടർന്നു പോകാൻ കഴിയാത്ത സാഹചര്യം, പോലീസിൻ്റെ നിർദ്ദേശമുണ്ട്. പരിപാടി അവസാനിപ്പിക്കാനാണ് അവർ പറയുന്നത്. അവർ പറയുന്ന നിർദ്ദേശം കൂടി പാലിച്ചേ പോകാൻ കഴിയൂ. ദയവായി സഹകരിക്കുക. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് അതേ ആവേശത്തോടെ ആശയപരമായി മുന്നോട്ട് കൊണ്ടുപോവുക. പ്ലീസ് ദയവായി സഹകരിക്കുക. എല്ലാവരും ഇരിക്കുമെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കാൻ പറ്റും. എല്ലാവരും സഹകരിച്ചാൽ മാത്രം നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ അവതരിപ്പിക്കാം. അതിനപ്പുറത്തേക്ക് ഇത് പോകരുത്. പ്ലീസ് പ്ലീസ് പ്ലീസ്. യെസ്, ഇപ്പം കുറെ കൂടി ആ ആദ്യത്തെ ഒരു സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സഹകരിച്ചാൽ മുന്നോട്ട് പോകാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. ദയവായി പ്ലീസ് പ്ലീസ്. അപ്പോൾ പോലീസിൻ്റെ നിർദ്ദേശം മാനിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഉണ്ടായ ഈ സംഭവങ്ങൾ നമുക്ക് പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. പക്ഷേ കിട്ടിയ സമയത്തിനുള്ളിൽ ജനകീയ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ കഴിയുന്നത്ര ചർച്ച ചെയ്തു. വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ പടക്കളം പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു സങ്കടമുണ്ട്. അത് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു. മൂത്തയിടത്തെ പടക്കളം അവസാനിക്കുന്നു.